തീവണ്ടികൾ എവിടെയെങ്കിലും അല്പസമയം നിന്നുപോയാൽ യാത്രക്കാർ ആദ്യം പറയുക സിഗ്നൽ ഇല്ലെന്ന് തോന്നുന്നു എന്നാണ്. സിഗ്നൽ ഇല്ലാതെ തീവണ്ടികൾക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഇന്ത്യൻ റെയിൽവേയിലെ സിഗ്നൽ സംവിധാനങ്ങളെ കുറിച്ച് കൂട്ടുകാർക്ക് വലിയ ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. തീവണ്ടികളുടെ സുരക്ഷ കാക്കുന്ന റെയിൽവേ സിഗ്നലുകളെ കുറിച്ച് ചില വിവരങ്ങൾ ഇതാ. പച്ച, മഞ്ഞ, ചുവപ്പ്. റെയിൽവേ സിഗ്നൽ നിറങ്ങൾ 3 തരത്തിലാണ്: പച്ച, മഞ്ഞ, ചുവപ്പ്. പച്ചയാണെങ്കിൽ അനുവദിച്ച പരമാവധി വേഗത്തിൽ തീവണ്ടികൾക്ക് മുന്നോട്ടു പോകാം. മഞ്ഞ മുന്നറിയിപ്പാണ്, പതുക്കെ മുന്നോട്ടു പോകാം. ചുവപ്പാണെങ്കിൽ മുന്നോട്ടു പോകാൻ പാടില്ല. ഒരു റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെയാണ് സിഗ്നൽ പോസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് നോക്കാം. അടുത്തടുത്തായി എ, ബി, സി എന്നിങ്ങനെ 3 റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടെന്ന് കരുതുക. എയിൽ നിന്നും പുറപ്പെട്ട ഒരു തീവണ്ടി ബിയിലേക്ക് പ്രവേശിക്കണം. ബി സ്റ്റേഷൻ എത്തുന്നതിന് മുൻപ് അവിടെ ഒരു സിഗ്നൽ പോസ്റ്റ് ഉണ്ടാകും. ഇതിനെ ഔട്ടർ സിഗ്നൽ എന്നാണ് പറയുക. ഇത് മഞ്ഞയോ പച്ചയോ ആണെങ്കിൽ വണ്ടി ബി സ്റ്റേഷനിലേക്ക് പ്രവേശിക്കും. ചിലപ്പോൾ ഒരു തീവണ്ടിക്ക് ബിയിൽ സ്റ്റോപ്പ് ഇല്ലെന്ന് കരുതുക. അപ്പോൾ ആ തീവണ്ടിക്ക് ഔട്ടർ സിഗ്നൽ പച്ചയാണെങ്കിൽ ബി സ്റ്റേഷനിലൂടെ അനുവദിച്ച പരമാവധി വേഗത്തിൽ പോകാം. ബിയിൽ സ്റ്റോപ്പ് ഇല്ലാത്ത വണ്ടിക്ക് ചിലപ്പോൾ ബി സ്റ്റേഷനിലേക്ക് പ്രവേശനം നൽകാൻ പറ്റില്ല. കാരണം അവിടെ പ്ലാറ്റ്ഫോമോ ട്രാക്കോ ഒഴിവുണ്ടാകില്ല. അത്തരം സന്ദർഭങ്ങളിൽ ബി സ്റ്റേഷന്റെ ഔട്ടറിൽ ആ തീവണ്ടി നിർത്തിയിടേണ്ടി വരും. എന്നാൽ ആ വണ്ടി വേഗത്തിൽ വരുമ്പോൾ ബി സ്റ്റേഷനിന്റെ ഔട്ടർ സിഗ്നലിലെ ചുവപ്പ് കണ്ട് പെട്ടെന്ന് നിർത്താൻ പറ്റില്ലല്ലോ. അതിനായി ഔട്ടർ സിഗ്നലിന് ഏകദേശം 1 കിലോമീറ്റർ മുമ്പേ മറ്റൊരു സിഗ്നൽ പോസ്റ്റ് ഉണ്ടാകും. അതിനെ ഡിസ്റ്റൻസ് സിഗ്നൽ എന്നാണ് പറയുക. ഇത് ഔട്ടർ സിഗ്നലിന്റെ സ്ഥിതി എന്താണെന്ന് സൂചന നൽകും. ഔട്ടർ പച്ചയാണെങ്കിൽ ഡിസ്റ്റന്റും പച്ച. ഇത് കണ്ടാൽ ലോക്കോ പൈലറ്റിന് പരമാവധി വേഗത്തിൽ പോകാം. ഔട്ടർ ചുവപ്പാണെങ്കിൽ ഡിസ്റ്റന്റ് മഞ്ഞയായിരിക്കും. അപ്പോൾ ബിയിലേക്ക് പ്രവേശനമില്ല. തീവണ്ടി ഡിസ്റ്റന്റ് സിഗ്നലിൽ നിന്നും ഔട്ടർ സിഗ്നൽ വരെ പതുക്കെ പോകണം. ഡിസ്റ്റന്റ് സിഗ്നൽ ഒരിക്കലും ചുവപ്പായിരിക്കുകയില്ല, മറിച്ച് മഞ്ഞയോ പച്ചയോ ആയിരിക്കും. അതായത് തീവണ്ടികൾ ഒരിക്കലും ഡിസ്റ്റൻസ് സിഗ്നലിന് മുമ്പിൽ നിൽക്കേണ്ടി വരില്ല. അപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുക ഡിസ്റ്റൻസ് സിഗ്നൽ ആണ്, പിന്നീട് ഔട്ടർ സിഗ്നലുകൾ. കൂടുതൽ പ്ലാറ്റ്ഫോമുകളും ട്രാക്കുകളും ഉള്ള സ്റ്റേഷനുകളിൽ ഔട്ടർ സിഗ്നൽ കഴിഞ്ഞ് സ്റ്റേഷന് മുൻപേ വീണ്ടും സിഗ്നലുകൾ ഉണ്ടാകും. ഇതിനെ ഹോം സിഗ്നൽ, റൂട്ടിംഗ് സിഗ്നൽ എന്നൊക്കെ പറയും. ഇനി ഒരു തീവണ്ടി സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുമ്പോൾ കാണുന്ന സിഗ്നലുകളെ പറ്റി പറയാം. വണ്ടി പുറപ്പെടുവാൻ വേണ്ടിയുള്ള സിഗ്നലിന്റെ പേര് സ്റ്റാർട്ടർ സിഗ്നൽ എന്നാണ്. ഇത് കഴിഞ്ഞ് സ്റ്റേഷനിലെ എല്ലാ ട്രാക്കുകളും പ്രധാന പാതയിൽ കൂടിയതിനു ശേഷം വീണ്ടും ഒരു സിഗ്നൽ ഉണ്ടാകും. അതിനെ അഡ്വാൻസ് സ്റ്റാർട്ടർ എന്ന് പറയും. ചില വലിയ സ്റ്റേഷനുകളിൽ ഇവയ്ക്കിടയിൽ മറ്റൊരു സ്റ്റാർട്ടർ സിഗ്നൽ ഉണ്ടാകും. അപ്പോൾ അവസാനം കാണുന്ന സ്റ്റാർട്ടർ സിഗ്നലിനെ ആ സ്റ്റേഷനിലെ ലാസ്റ്റ് സ്റ്റോപ്പ് സിഗ്നൽ എന്നാണ് പറയുക. ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ നിറങ്ങളിലല്ലാതെ വെള്ള നിറത്തിലുള്ള സിഗ്നലുകൾ ചെറിയ പോസ്റ്റുകളിൽ റെയിൽവേ സ്റ്റേഷനകത്ത് കാണാം. ഇതിനെ ഷണ്ട് സിഗ്നൽ എന്നാണ് വിളിക്കുക. റെയിൽവേ സ്റ്റേഷനകത്തുള്ള നിങ്ങൾക്ക് മാത്രമുള്ളതാണിത്. വിവിധ സിഗ്നലുകൾ. ഇന്ന് കേരളത്തിൽ കാണുന്നത് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന LED, അതായത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് സിഗ്നലുകളാണ്. അതിനു മുമ്പേ വൈദ്യുതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന കളർ ലൈറ്റ് സിഗ്നലുകൾ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിൽ LEDക്ക് പകരമായി ജ്വലിക്കുന്ന, അതായത് ഇൻകാഡസന്റ് ബൾബുകൾ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിനു മുമ്പേ വൈദ്യുതി ഇല്ലാതെ പ്രവർത്തിപ്പിക്കുന്ന സിഗ്നലുകൾ, അതായത് മെക്കാനിക്കൽ സിഗ്നലുകൾ ആയിരുന്നു ഉപയോഗത്തിൽ. സിഗ്നൽ പോസ്റ്റിൽ ചൂണ്ടുപലക പോലുള്ള ഇരുമ്പു തകിട്, അതായത് സിഗ്നൽ ആം കൊണ്ടുള്ള അത്തരം സിഗ്നലുകളെ സെമാഫോർ സിഗ്നൽസ് എന്നാണ് പറഞ്ഞിരുന്നത്. സിഗ്നൽ പോസ്റ്റിലുള്ള ഇരുമ്പു പലക, അതായത് സിഗ്നൽ ആം തിരശ്ചീന, അതായത് ഹൊറിസോണ്ടൽ നിലയിലാണെങ്കിൽ അത് ഇപ്പോഴത്തെ ചുവപ്പ് നിറത്തിനും, ലംബ അതായത് വെർട്ടിക്കൽ നിലയിലാണെങ്കിൽ പച്ച നിറത്തിനും രണ്ടിനും ഇടയിൽ 45 ഡിഗ്രി നിലയിലാണെങ്കിൽ മഞ്ഞയ്ക്കും സമാനമാണ്. ഇത്തരം സിഗ്നലുകൾ ഇപ്പോൾ കേരളത്തിൽ ഉപയോഗത്തിലില്ല. മറ്റ് സിഗ്നലുകൾ. സിഗ്നൽ പോസ്റ്റിൽ കാണുന്ന സിഗ്നലുകൾ അല്ലാതെ മറ്റു വിധത്തിലുള്ള സിഗ്നലുകളും തീവണ്ടി ഗതാഗതത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സ്റ്റേഷൻ മാസ്റ്ററും മറ്റു ബന്ധപ്പെട്ട റെയിൽവേ ജീവനക്കാരും ഉപയോഗിക്കുന്ന ചുവപ്പ്, പച്ച നിറങ്ങളിലുള്ള കൊടികൾ. പ്രധാന സിഗ്നലുകൾ പച്ചയാണെങ്കിലും ഏതെങ്കിലും ഒരു ചുവന്ന കൊടി ഉയർന്നു കണ്ടാൽ തീവണ്ടി മുന്നോട്ടു പോകില്ല. നേരെ മറിച്ച് പച്ചക്കൊടിയാണ് വീശുന്നതെങ്കിൽ മറ്റ് സിഗ്നലുകൾ അനുസരിച്ച് വണ്ടിക്ക്
മുന്നോട്ടു പോകാം. രാത്രികളിൽ കൊടികൾക്ക് പകരം LED ടോർച്ചുകളാണ് ഉപയോഗിക്കുന്നത്. ട്രാക്ക്മാൻ, ലോക്കോ പൈലറ്റ്, ഗാർഡ് തുടങ്ങിയവർ ഉപയോഗിക്കുന്ന ഡീറ്റോനേറ്റർ ആണ് മറ്റൊരു സിഗ്നൽ. ഇനി ഇതിന്റെ പ്രവർത്തന രീതി. തീവണ്ടികൾ ഒരു നിശ്ചിത പാളത്തിൽ കൂടി പോകുന്നതിനാണ് സിഗ്നലുകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ സിഗ്നൽ തയ്യാറാകുമ്പോൾ പോകേണ്ട ട്രാക്കും സജ്ജമായിരിക്കും. ഒരു റെയിൽവേ ട്രാക്കിനെ മറ്റൊരു ട്രാക്കുമായി യോജിപ്പിക്കുന്നത് പോയിന്റ് എന്നറിയപ്പെടുന്ന ചലിപ്പിക്കാൻ പറ്റുന്ന റെയിൽ കഷ്ണങ്ങളിലൂടെയാണ്, അതായത് ടങ് റെയിൽ. ഇത്തരം റെയിലുകളുടെ ചലനം പോയിന്റ് മെഷീൻ എന്നറിയപ്പെടുന്ന ഒരു പെട്ടിയിലൂടെയാണ് നിയന്ത്രിക്കുന്നത്. റെയിൽ ട്രാക്കുകൾ പിരിയുന്ന സ്ഥലങ്ങളിൽ റെയിലിൽ നിന്നും ഏകദേശം 1 മീറ്റർ മാറി റെയിലിന്റെ അതേ ഉയരത്തിൽ ഇത്തരം പെട്ടികൾ കൂട്ടുകാർക്ക് കാണാം. ഇതിനകത്തുള്ള വൈദ്യുത മോട്ടോർ ഉപയോഗിച്ച് ടങ് റെയിലുകൾ ചലിപ്പിക്കുന്നതും റെയിൽപാത മാറ്റുന്നതും. സ്റ്റേഷൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ മുറിയിലുള്ള പാനൽ ബോർഡിൽ നിന്ന് ഒരു നിശ്ചിത റെയിൽ റൂട്ട് സജ്ജമാക്കുമ്പോൾ പോയിന്റുകൾ മാറുകയും സിഗ്നലുകൾ തെളിയുകയും ചെയ്യും. റൂട്ടുകൾ സെറ്റ് ചെയ്യാൻ പാനൽ ഇന്റർലോക്കിംഗ്, റൂട്ട് റിലേ ഇന്റർലോക്കിംഗ്, ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് എന്നിങ്ങനെ പലവിധ സാങ്കേതിക വിദ്യകൾ ഉണ്ട്. ഇതെല്ലാം പ്രവർത്തിപ്പിച്ചാണ് സിഗ്നലുകൾ സജ്ജമാക്കിയിരിക്കുന്നത്.